ചിക്കൻ വേണം പോയി വേണം. കോഴി കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോണത്? മത്രയിൽ മത്ര റൂവി ഭാഗത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പക്ഷേ എന്താ ബസ് പോകാനാണ് തീരുമാനിച്ചത്. നമ്മളെ ഹെയില് മുബേല അൽക്കൂദ് അങ്ങനത്തെ ഭാഗം നിന്നൊക്കെ ബസ് എവിടെ നിന്നാണ് കയറുന്നതെന്നും കൂടി എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കാം. ബസ് പോയിട്ട് എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ കൂടി കാണാം. ഓക്കെ, ഇൻട്രോ എടുക്കുന്ന സമയത്ത് തന്നെ ബസ് പോയി. ഇനി എപ്പോഴും അടുത്ത ബസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ബസ് മിസ്സായി എത്തുമ്പോ തന്നെ അല്ലേ. ടാക്സി ഒരു സുഖല്ലേ. അതാണ് നമ്മൾ അടുത്ത ബസ് സ്റ്റോപ്പ്. വെയിലുണ്ടോ? നല്ല വെയില. അങ്ങനെ അടുത്ത ബസ് കാത്തിക്കാണ്. ഒരു ബസ് മിസ്സായതിൻ്റെ ഇതുണ്ടോ, പ്രശ്നമുണ്ടോ? വെയിറ്റ് ചെയ്യൂലേ? സമയം എത്ര ഇപ്പം? ഫുഡ് കഴിക്കണ്ടേ? എവിടുന്നാ? റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. എന്താ പറഞ്ഞേ? റൂവിയാ പോയതിന് ശേഷം റൂവിയിലേക്ക് പോകും. അപ്പോൾ ടൈം എടുക്കുന്നു. അപ്പോൾ 1-ാം നമ്പർ വണ്ടിയാണ്. അതിപ്പോ ഉണ്ടോന്ന് ചോദിച്ചിട്ടേ ഇല്ല, നമുക്ക് അതിൽ പോകുന്നല്ലോ ബസ്. കുറേ കാലത്തിന് ശേഷം ബസ് പോകാനുണ്ട്. ടാക്സി പോരുന്നോ ചോദിച്ചതാ. എത്രാമത്തെ ടാക്സിയാ ചോദിക്കുന്നത്? ഇതിപ്പോ എത്രാമത്തെ ടാക്സിയാ ചോദിക്കുന്നത്? നിൽക്കാൻ തുടങ്ങിയപ്പോ കുറെ ആൾക്കാർ ടാക്സി പോരുന്നു കുറേ പോകും. ഒരാൾക്ക് 600 പൈസ, രണ്ടാൾക്ക് 1,200. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ബസ് അരമണിക്കൂർ മോളും പോയിട്ടുണ്ടാവില്ലേ? അരമണിക്കൂർ കഴിഞ്ഞ് ഒരു 5, അതായത് 35. അങ്ങനെ നല്ല യാത്രയാണ്. ഫ്രീ വൈഫൈ ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് പോവാം. പുറത്തുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം നമുക്ക്. അപ്പോൾ റൂവി എത്തിയില്ലേ? അപ്പോൾ നമ്മൾ റൂവിയിൽ റീച്ച് ആയിട്ടുണ്ട്. ഓ ഇതെന്താ? അപ്പോൾ നമ്മൾ റൂവിയിൽ എത്തിയ സമയം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ ഇനി നമ്മളിപ്പോൾ നേരിട്ട് ഏക്കാ പോണേ? ഇനി ഫുഡ് കഴിക്കാൻ പോവാം. എവിടേക്ക്? മാത്രമല്ല അപ്പോൾ റൂവിൽ നിന്ന് ഫുഡ് കഴിക്കാം. എവിടെ നിന്ന് കഴിക്കാം? ഓക്കെ, എന്നാൽ ഫവാൻ കഴിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ചിക്കൻ കിങ് എന്തൊക്കെ ഉള്ളത്? ചെമ്മീൻ ബിരിയാണി,
വൈകുന്നേരത്തെ ടൈമായി. വൈകുന്നേരത്തെ ടൈമായില്ലേ? നമുക്ക് എനിക്ക് വണ്ടിയൊക്കെ കഴിച്ചു. എന്താ വണ്ടി? എവിടുന്നാ? കയറിയ ക്ലോസ്ഡ് അല്ല. വാടുന്ന കയറി ബിരിയാണി ഉണ്ടല്ലേ? സ്പെഷ്യൽ. ഇരുന്ന എനിക്ക് ചിക്കൻ, എനിക്ക് ബീഫ്. ചിക്കൻ വേണം, കോഴി വേണം. ചിക്കൻ കൊടുക്കല, കോഴി ചിക്കൻ കോഴി കണ്ടല്ലോ. ചിക്കൻ കോഴിയല്ലേ? പോത്താറാ അതറിയാണ്ട് ചോദിച്ചാ ഇതെന്താ സിംഗപ്പൂർ? അടിക്കേ 4 മണിക്ക് ചോറ് നിന്ന ഉച്ചക്കത്തല്ലേ? പണ്ടത്തെ അപ്പോൾ നമ്മൾ പിന്നെ പോകാൻ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എടുക്കാൻ പോകണം നമ്മൾ മത്രയിലേക്ക് പോകല്ലേ? നേരെ അടുത്ത ബസ് മത്രയിലേക്ക്. നല്ല സുഖമുണ്ടായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് വരാൻ. ആ 1 hour കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞില്ലല്ലോ. നല്ല എ സിയും പിന്നെ ഫ്രീ വൈഫൈ, ഫുൾ സെറ്റപ്പ്. കണ്ണേട്ടൻ ഇത് വാങ്ങി തരാനായി വന്നു. എന്താ പറഞ്ഞേ ഡയലോഗ്? മറന്നല്ലോ. ഇതിനു വേണ്ടി ഞാൻ കൂടെ വന്നത്. കണ്ണേട്ടം വാങ്ങി തരുമ്പോഴേ ഇതിനൊരു സ്വാദുള്ളൂ. കഥ നിസ്കരിക്കാൻ പോയി. മത്രയിലേക്കുള്ള ഏതായിരിക്കും? ഓരോരോ ഭാഗത്തേക്ക് ഓരോ നമ്പർ അവസ്ഥന്. അമറാത്തിലേക്ക് 5, മത്രയിലേക്ക് ഇപ്പോൾ 4 നമ്പറാണ് പറഞ്ഞത്. 4 നമ്പർ ഇവിടെ കാണുന്നില്ല ബസ്. ഓക്കെ, മത്ര നമ്പർ 4 ഇങ്ങനെ ഓരോരോ ബസ്സിൻ്റെ ഇത് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ 4ാമത്തെ നമ്പർ ബസ് ഇതാ വരുന്നത്. എന്താ പറഞ്ഞത്? അങ്ങോട്ട് ഈ ഒരു ബസ്സിൽ നമ്മൾ കയറി ഫുള്ളായി. ആൾക്കാരെല്ലാവരും ഫുള്ളായതിനു ശേഷം വേറൊരു ബസ് വന്ന്. ആ ബസ് വന്ന സമയത്ത് അവിടുത്തെ ഒരാൾ പറഞ്ഞു നമ്മളോട് ഈ ബസ്സിൽ നിന്ന് കുറച്ച് ആൾക്കാർ മറ്റേ ബസ്സിലേക്ക് മാറിക്കയറാൻ. അങ്ങനെ ഞങ്ങൾ മാറിക്കയറാൻ ആരും ഇറങ്ങിയില്ല. എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ അവർക്ക് ദേഷ്യം പിടിച്ചവർ പറഞ്ഞു ഈ ബസ് ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഇറക്കി മറ്റേ ബസ്സാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയ സമയത്തും നമുക്കെന്തായി, ഓര് പറഞ്ഞ് അതിലും കയറണ്ട ഇതിലും കയറണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും പുറത്താക്കി. ഒരു ഡോറടിച്ച്. ആദ്യം പറഞ്ഞിട്ട് ഇറങ്ങിയില്ലല്ലോ ആരും. ഈഗോ പ്രശ്നം. ആദ്യം പറഞ്ഞിട്ട് ആരും ഇറങ്ങാത്തതും കൊണ്ട് ഈ ബസ് എല്ലാവരും ഉണ്ടാക്കി പുറത്തേക്ക് ഇറക്കിച്ചിട്ട് മറ്റേ ബസ്സിലും കയറ്റിയില്ല. എന്നിട്ട് എല്ലാവരെയും പുറത്തായി പോയി. അത്രയും ആൾക്കാർ മറ്റേടത്തിലെ പരിപാടി. പിന്നെ ബസ് വന്നോ? ഏത് ബസ്സാ വന്നേ? അതേ ബസ് തന്നെ തിരിച്ചു വന്നേക്കും. എന്താ ചെയ്യങ്ങനെ ആയാലും ഇനിയിപ്പോൾ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇനി പിന്നെയും പോകണം. ഇതെന്താ കുറേ നേരം വെയിറ്റ് ചെയ്യും. നോക്കാം, പോയി നോക്കാം. റോയിൽ നിന്ന് മത്രയിലേക്ക് എത്ര? 300 പെർ ഹെഡ് 300 വെച്ചിട്ട് 600 പൈസ രണ്ടാഴ്ച. മത്തിര ബ്ലോക്കാണല്ലോ അല്ലേ? ഇനിയും വൈകും നമ്മളെത്താൻ.
ഫ്രൈഡേ അല്ലേ. അപ്പോൾ ഞങ്ങൾ മത്രയിലേക്ക് എത്താൻ പോവുകയാണ്. ഇന്നത്തെ ഈ ട്രിപ്പിൻ്റെ ഫുൾ ചെലവ് നമ്മുടെ ഒമാൻ്റെ ഓരോരോ ആൾക്കാർക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ക്രാഫ്റ്റികൾ ഒമാൻ പേജിൻ്റെ അഡ്മിൻ ആയിഷ. എങ്ങോട്ടാ? അങ്ങനെ നമ്മൾ അവസാനം ഇതാ മത്രയിൽ എത്തിയിട്ടിരിക്കുന്നു. ഇതാണ് മത്ര ഫോർട്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറുകയാണെങ്കിൽ എന്താ പറയുക, 2 റിയാലിൻ്റെ ടിക്കറ്റ് എടുത്താൽ സുന്ദരമായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഫുൾ വ്യൂ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കയറാൻ വിചാരിച്ചതിന് കയറാം, പക്ഷേ കുറച്ച് വൈകിപ്പോയി. പിന്നെ നമ്മളെ ക്ലിയറും കാര്യങ്ങളൊക്കെ പിന്നെ കുറവായിരിക്കും തോന്നുന്നു. ഈ ഒരു ഫോർട്ടിൽ പിന്നെ എന്താ പറയുക, കയറിങ്ങാൻ ഫോട്ടോ എടുക്കാൻ ഇതിൻ്റെ മത്രൻ്റെ ഫുൾ വ്യൂ കാണാനൊക്കെ വേണ്ടിയിട്ട് 2 ആൾക്ക് 6.5 റിയാൽ കേട്ടോ. 6.5 ആണ്. ആദ്യം 2 റിയാലായിരുന്നു, ഇപ്പം എന്താക്കി പിന്നെയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ മത്ര കണ്ടു. അല്ല, ബസ്സിൽ വന്നിട്ട് മത്ര കണ്ടു. ഇത്ര ഇരുടായിട്ട്. അവിടെ ആയൊന്നുമില്ല, കുറവാണ്. ആന്നില്ല. ഇതാ സൂക്ക് അവിടെ ആണ്. ഇനി അടുക്ക സൂക്കിൽ ഇനി നമുക്ക് പോവാം. ഇത് നമ്മൾ അലാവുദ്ദീൻ്റെ അതല്ലേനോ? അതല്ലേ, ഇത് കാവൻ്റെതാ. എടാ എടാ ആ അത്ഭുതവാൾക്കാണ്, അത്ഭുതവാൾക്ക് അവിടെ കാണിച്ചത്. കിടക്ക ഭൂതം വരുന്നോ നോക്കാമല്ലോ. അങ്ങനെ തട പിന്നെ കൂടുതലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ അല്ലേ. ഡ്രസ്സിൻ്റെത് കടല് കാണാൻ ബ്ലോക്ക് ഉണ്ടെന്ന്. വെള്ളിയാഴ്ച ആണെന്ന് ഇത്രയും ബ്ലോക്ക്. അപ്പോൾ നമ്മളെ മത്ര സൂക്കും കഴിഞ്ഞ് ബീച്ചും കഴിഞ്ഞ്
ഇനി എന്താ പരിപാടി? തിരിച്ചു പോകാനായി സമയല്ലേ? വല്ല വിട്ടാലോ? ഇനി പറഞ്ഞ ബസ് കയറിയാ മത്രേൻ്റെ സൂക്കിന് മുമ്പിൽ ബസ് നിർത്തുന്ന സ്ഥലത്ത് സ്പേസ് എല്ലാവരും വണ്ടി കയറ്റി വെച്ചിട്ട് ബസ് നിർത്താൻ സ്പേസ് ഇല്ല, ബസ്സുകാർ നിർത്തുന്നില്ല. ഇനി നമ്മൾ എന്താക്കുക, ഫിഷ് മാർക്കറ്റിൻ്റെ അവിടേക്കായിട്ട് നടന്നു നോക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയുമാണല്ലോ. ഇവിടുന്ന് റൂവിയിലേക്ക് ബസ് കയറുക, അവിടുന്ന് റൂവിൽ നിന്ന് പിന്നെ നേരെ മൊബൈലിലെ ബസ് കയറുക, ഹെയിലിറങ്ങുക. സൂക്കിൻ്റെ അടുത്തും ബസ് നിർത്തിയില്ല. അതുപോലെ തന്നെ നമ്മളെ റൗണ്ട് ബോട്ടിൻ്റെ അടുത്തുള്ള നമ്മളെ ഫോർട്ട് ബസ് സ്റ്റോപ്പ് എന്നറിയപ്പെടുന്ന അവിടെയും വണ്ടി നിർത്തിയില്ല. പിന്നെ നമ്മൾ നേരെ ഓടി ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത്. ബസ്സിന് വേണ്ടി ഓടിയാ കിട്ടും. മത്രേക്ക് ബസ്സിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ മത്രേന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ബസ് നിർത്തി കിട്ടും. ബാക്കി ഒരു സ്ഥലത്തുനിന്ന് ബസ് പോലും നിർത്തി തരുന്നില്ല പോകാൻ. തിരിച്ച് റൂവിലേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് 3 ബസ് സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട്. ഒന്ന് സൂക്കിൻ്റെ അടുത്തും, പിന്നെ ഒന്ന് മറ്റേ അവിടെ നമ്മുടെ സെൻട്രൽ റൗണ്ട് ബോട്ടിൻ്റെ അടുത്തും, പിന്നെ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തും. ഇതിൽ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് ബസ് നിർത്താൻ ചാൻസ് ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ എത്തി, ലാസ്റ്റ് ഓടി അവിടെ നിന്നൊക്കെ നടന്ന് ഇവിടെ എത്തി. അങ്ങനെ വീണ്ടും 300 പൈസ കൊടുത്തിട്ട് നമ്മൾ മത്ര ടു റൂബി ബസ് കയറി. മൊബൈലിലേക്ക് ഈ ഒരു ബസ്സാണ് നമുക്ക് പോകാനുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ ഈ ഒരു ബസ് ഞങ്ങൾ എത്തുന്ന സമയമാകുമ്പോൾ തന്നെ ക്യാൻസലായി പോയി. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ എയർപോർട്ട് ബസ്സിലേക്കാണ് പോയത്. അങ്ങനെ ആ ബസ്സും ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ക്ഷീണം കൊണ്ട് കുറച്ചാളെ കുത്തിയിരുന്നു. അപ്പം നമുക്കൊരു റെസ്റ്റ് വിശക്കണം. 10 ടൈം ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ഫ്ലേവർ. ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്കിലുള്ള ബസ് സ്റ്റാൻഡിൽ നല്ല രസമുണ്ട്. അത്ര അപ്പൊ ഈ ബസ്സും പോകില്ല എന്നാ പറയുന്നത്. എന്താ ചെയ്യാ? എയർപോർട്ടിലേക്കുള്ള 2ാമത്തെ ബസ്സാണ് ഇപ്പോൾ ക്യാൻസൽ ആവുന്നത്. എന്താ ചെയ്യാ? ഇവരൊക്കെ സാധനവും കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും ആൾക്കാർ വെയിറ്റിങ്ങും. ഇവിടെ എന്താ പറ്റിയെന്ന് ഓർമ്മയില്ല. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ പിന്നെ മത്രേന്ന് വന്നത് 9:30 ആവുന്നത്. ഏകദേശം ഇവിടെ ഞങ്ങളിപ്പോൾ റൂവിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 2 മണിക്കൂറായി. 2 മണിക്കൂർ എന്നിട്ടും ബസ്സില്ല. 2 എയർപോർട്ട് ബസ് എന്തായി ഓല് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഓല് അടുത്ത ബസ് വരും, ഒറ്റ ബസ് ഇരുന്നാൽ നമ്മളെ വിട്ട്. പിന്നെയാണ് മൊബൈലിലേക്കുള്ള ഒരു ബസ്സുണ്ട്, നമ്പർ 1. അതാണെങ്കിൽ ക്യാൻസൽ ആക്കി ഓല്. ഏവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ആ ബസ് വരുന്നുണ്ട് 2 മണിക്കൂറിന് ശേഷം. ആ ഇവിടെ അല്ലേ അതാ വന്നേക്ക മോനെ, സാധനം വന്നേക്ക. ആകാംക്ഷയോടെ കാത്തു നിന്ന് ആ സദ്യനം വന്നെത്തി പോവാണ് ഗൈസ്. അങ്ങനെ റൂവി ടു മൊബൈലിലേക്ക് 500 പൈസയാണ് ചാർജ് ആക്കിയത്. നമ്മൾ റൂവി ടു എയർപോർട്ട് ടു മൊബൈൽ അങ്ങനെയാണ് പോകുന്നത്. ആ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ അത്. എല്ലാവരും കയറാനും ഇറങ്ങാനൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അൽഹയിൽ എത്തിയിരിക്കുന്നു. ബസ് പിരിച്ചു വിട്ടിരിക്കുന്നു ഗൈസ്. ബൈ. ഓ ഇത്രയും നല്ലൊരു ബസ് സ്റ്റോപ്പ്. എന്താ വേണ്ടിയേ? വീഡിയോ 12 മണി കഴിഞ്ഞ് ആടുന്ന് അപ്പം കുത്തിരിക്കുന്ന ബസ്സിൽ. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ യാത്രേൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയാ, പൊളിയാണോ? ബസ്സിൽ ഇഷ്ടമായോ? അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ നിൽക്കുക, ഷെയർ ചെയ്യുക, എല്ലാം